തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശുചിമുറി മാലിന്യം ഉൾപ്പെടെ കോർപ്പറേഷന്റെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. കോർപ്പറേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാതെ അനധികൃതമായി മാലിന്യം ഒഴുക്കിവിടുന്ന റെയിൽവേക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സെപ്റ്റേജ് ആൻഡ് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കണമെന്നാണ് റെയിൽവേ നിയമവും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമവും പറയുന്നത്. എന്നാൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തെ പ്രധാന കവാടത്തിന് സമീപത്തുള്ള ശുചിമുറിയിലെ മാലിന്യങ്ങൾ നേരെ ഓടയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തും പ്ലാറ്റ്ഫോമിലും ഏറെ നാളായി വലിയ ദുർഗന്ധം അനുഭവപ്പെടുന്നതായി ചുമട്ടുതൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ഭരണസമിതി നടത്തിയ പരിശോധനയിലാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ച് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയത്. തൃശൂരിനെ ക്ലീൻ കോർപ്പറേഷനാക്കി മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ അതിനെ തകിടം മറിക്കുന്ന ശ്രമമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർമാരും ഡ്രൈവർമാരും റെയിൽവേയുടെ മുമ്പ് അസഹനീയമായിട്ടുള്ള ദുർഗന്ധം അത് കംപ്ലൈൻ്റായി കോർപ്പറേഷനിൽ വരികയുണ്ടായി. ക്ലീൻ ചെയ്തതാണ്. ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ചാലിലേക്ക് ഒഴിക്കുന്നതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ക്ലീൻ കോർപ്പറേഷനാക്കുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തകിടം മറിക്കലാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം തെറ്റായ നടപടികൾ. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് കേരളത്തിലുടനീളം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ ജനവിരുദ്ധമായ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ നിയമാനുസൃതമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് തൃശൂർ കോർപ്പറേഷൻ അറിയിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.